ഓക്കെ. സോ ഇന്നലെ നമ്മൾ ട്യൂബർക്കുലോസിസും ആന്റിബയോട്ടിക്സും ആണല്ലേ പെൻഡിങ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പം ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന ഡിസീസ് കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് ട്യൂബർക്കുലോസിസ്? ട്യൂബർക്കുലോസിസ് എന്താ? ക്ഷയം അല്ലെ? സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഓർഗാനിസം മൈക്കോബാക്ടീരിയ ട്യൂബർക്കുലോസിസ് ആണ് നമുക്ക് TB ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് മെയിൻലി കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം സ്പീഷീസ്. അത് ഹ്യൂമൻസിനാണെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, ആനിമൽസിനാണെങ്കിൽ മൈക്കോബാക്ടീരിയം ബോവിസ്. അതേപോലെ എക്സ്ട്രാ പൾമറി ട്യൂബർക്കുലോസിസ് ഉണ്ട്. അതായത് നമ്മുടെ ലങ്സ് അല്ലാത്ത ഇടത്ത് നടക്കുന്നതാണ് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് അല്ലെങ്കിൽ MAC എന്ന് നമ്മൾ വിളിക്കും. യൂഷ്വലി TB എവിടെയാണ് ഉണ്ടാവുക? യൂഷ്വലി TB നമ്മുടെ ലങ്സിലാണ് ഏറ്റവും ആദ്യം എയർബോൺ ആയിട്ട് ട്രാൻസ്ഫർ ആകുന്നത്. അവിടുന്ന് പിന്നീട് അവിടെ നെക്രോസിസ് സംഭവിച്ചിട്ട് ഈ അഫക്റ്റഡ് ഏരിയയിൽ നിന്ന് അത് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകാം. ഓക്കെ. സോ അഫക്റ്റഡ് ഏരിയയിൽ ട്യൂബർക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രാനുലോമ ഉണ്ടാവും. ആ ട്യൂബർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് due to caused infections, the destructed alveoli tissue cause inflammation and cause irritation that leads to cough. അപ്പം ഈ ആൽവിയോളയിൽ നീർക്കെട്ടും ഡിസ്ട്രക്ഷനും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ TB ഉള്ള പേഷ്യൻസിന് എപ്പോഴും ചുമ ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും, ഫോളോഡ് ബൈ ഹൈപ്പർ പൈറക്സിയ. ഇനി സിംറ്റംസ് ഓഫ് ട്യൂബർക്കുലോസിസ് എന്താണ്? പെർസിസ്റ്റന്റ് കഫ് ഫോർ 3 to 4 months, ഹൈപ്പർ പൈറക്സിയ. ഹൈപ്പർ പൈറക്സിയ എന്താ? പ്രധാനമായിട്ടും രാത്രി സമയങ്ങളിൽ ചൂട് കൂടുന്നതായിട്ടും ആൻഡ് ഇറ്റ് വിൽ ഡിസപ്പിയർസ് അറ്റ് നൈറ്റ് ഫോളോഡ് ബൈ പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. ദെൻ സ്കൂട്ടത്തിൽ ബ്ലഡ് എക്സസീവ് ആയിട്ട് നമുക്ക് കഫം ഉണ്ടാകുന്നു. ആൾക്കാർക്ക് ചെസ്റ്റ് പെയിൻ വിത്ത് വെയിറ്റ് ലോസ് ആൻഡ് വീക്ക്നെസ്. ഇതൊക്കെയാണ് സിംറ്റംസ്. നെക്സ്റ്റ് ഡയഗ്നോസിസ് മോണ്ടോക്സ് ടെസ്റ്റ്. മോണ്ടോക്സ് ടെസ്റ്റിനകത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ആ ട്യൂബർക്കുൽ ബാസിലെ ഉള്ളതിന് ചെറുതായിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഇതിനോട് റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ബോഡിയിൽ ആന്റിബോഡി ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ? സോ അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് ട്യൂബർക്കുലോസിസ് കണ്ടുപിടിക്കുന്നത്. ദെൻ സ്പൂട്ടം ടെസ്റ്റ് ആൻഡ് ചെസ്റ്റ് എക്സ്റേയിലും ടെസ്റ്റ് ചെയ്യാം. Then why tuberculosis bacteria is tough to treat and produce resistant to most of available drugs? എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിന് ഒരു സ്പെസിഫിക് സെൽ വാൾ ഉണ്ട്. അതിൻ്റെ അകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ലിപ്പിഡ് ഒക്കെ ഉണ്ട്. ഓക്കെ. സോ ഇതിന്റെ സെൽ വാൾ ആണ് ഇതിന് ഇത്രത്തോളം റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. സെൽ വാളിന്റെ അകത്ത് ലിപ്പിഡ്സ് ഉണ്ട്. ആൻഡ് ദീസ് ലിപ്പിഡ്സ് ദേ ആർ highly resistant alcohol, alkali, acid and even some disinfectant which helps it to spread. അതേപോലെ എവിടെയാണ് അഫക്റ്റ് ആയിട്ടുള്ളത്? അവിടെ നെക്രോസിസ് ഉണ്ടാക്കുന്നു. അങ്ങോട്ടേക്കുള്ള ബ്ലഡിന്റെ ഒരു മൂവ്മെന്റിനെ ഇത് തടയുന്നുണ്ട്. ആൻഡ് പതിയെ മാത്രമേ ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യുള്ളൂ. പക്ഷെ ഗ്രോ ചെയ്ത് കഴിഞ്ഞ ബാക്ടീരിയ എന്ന് പറയുന്നത് നല്ല സർവൈവേഴ്സ് ആയിരിക്കും. അവര് WBCനെ വരെ swallow ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Okay, so first one is treatment of tuberculosis, anti-tubercular drugs. These are drugs which are used in treatment of tuberculosis. Anti-tubercular drugs എന്ന് പറയും. ആ ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ ഒരു ഡ്രഗ് ആയിട്ട് കൊടുക്കാതെ നമ്മൾ അതിനെ കോമ്പിനേഷനിലായിരിക്കും കൊടുക്കുന്നത്. അതിന്റെ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ ആന്റി TB ഏജൻസ് ഏതൊക്കെയാണ്? ഐസോനിയാസിഡ്, എത്താംബ്യൂട്ടോൾ, പൈറസിനമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ, റിഫാംപൈസിൻ. ദെൻ സെക്കൻഡ് ലൈൻ ആണ് പാരാ അമിനോ സാലിസിലിക് ആസിഡ്, സൈക്ലോസെറിൻ, കെനാമൈസിൻ, അമിക്കാസിൻ, ലിവോഫ്ലോക്സാസിൻ. തേർഡ് ലൈൻ ആണ് ക്ലാരിത്രോമൈസിൻ, റിഫാബ്യൂട്ടിൻ ആൻഡ് ലിനസോളിൻ. ഓക്കെ. സോ ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് എന്താണ്? ബേസ്ഡ് ഓൺ അവരുടെ കെമിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യത്തേത് സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ്. സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ് ഏതാ? പാരാ അമിനോ സാലിസിലിക് ആസിഡ് അല്ലാണ് സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? പാരാ അമിനോ സാലിസിലിക് ആസിഡ്. രണ്ടാമത്തേത് പിറിഡിൻ ഡെറിവേറ്റീവ്. പിറിഡിൻ ഡെറിവേറ്റീവ് ഏതൊക്കെയാ? പിറിഡീൻ, ഐസോനിയാസിഡ്, എത്തിയോണമൈഡ്,
പ്രോത്തിയോണമൈഡ്, ഇതെല്ലാം പിരിഡീൻ ഡെറിവേറ്റീവ് ആണ്. സോ പിരിഡീൻ ഡെറിവേറ്റീവിനകത്ത് 3 എണ്ണാണുള്ളത്. ഐസോനിയാസിഡ്, ദെൻ എത്തിയോണമൈഡ് ആൻഡ് പ്രോത്തിയോണമൈഡ്. പ്രോത്തിയോണമൈഡ്, എത്തിയോണമൈഡ്, ഐസോനിയാസിഡ്, ഇത്രയുമാണ് ഫസ്റ്റ് ഏതാ പിരിഡീൻ ഡെറിവേറ്റീവിന്റെ അകത്ത് ഉള്ളത്. നെക്സ്റ്റ് പൈറസിൻ ഡെറിവേറ്റീവ്. പൈറസിൻ ഡെറിവേറ്റീവ് ആണ് പൈറസിനമൈഡ്. ദെൻ ഈഥൈൽ ഇനി ഡൈഅമിനോ ബ്യൂട്ടനോ ഡെറിവേറ്റീവ് ആണ് എത്താം ബ്യൂട്ടോൾ. ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, കെനാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ, റിഫാംപിസിൻ, ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ ആന്റിബയോട്ടിക്. മിസലേനിയസിനകത്ത് വരുന്നതാണ് ഫ്ലൂറോക്വിനോൾസ്. ഫ്ലൂറോക്വിനോൾസ് ഏതൊക്കെയാ? മോക്സിഫ്ലോക്സാസിൻ, ലിവോഫ്ലോക്സാസിൻ. നെക്സ്റ്റ് മാക്രോലൈഡ്. മാക്രോലൈഡ് സ്പാർഫ്ലോക്സാസിൻ, ദെൻ ടെട്രാസൈക്ലിൻസ് ഉണ്ട്, മീനോസൈക്ലിൻ. ഇത്രയുമാണ് ഏജൻസ്. അപ്പൊ ഏറ്റവും ആദ്യം ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് ലൈൻ ഏജന്റ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു 2 months അല്ലെങ്കിൽ 4 months ഒക്കെ തെറാപ്പി കൊടുത്ത് പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ സെക്കൻഡ് ലൈൻ ഏജൻസ് കൊടുക്കുകയുള്ളൂ. So first one is isoniazid. It is a first line compound used in the treatment of tuberculosis known as INH അല്ലെങ്കിൽ isonicotinonic acid hydroside എന്നൊക്കെ നമ്മൾ അതിനെ അറിയപ്പെടും. ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പിരിഡീൻ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഐസോനിയാസിഡ് എന്ന് പറയുന്നത് ഒരു പ്രോ ഡ്രഗ് ആണ്. അപ്പൊ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് ആക്റ്റീവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോ ഡ്രഗ് എന്ന് വിളിക്കുന്നത് അല്ലെ. ബോഡിയിൽ എത്തുന്നതിന് മുമ്പ് അത്ര ആക്റ്റീവ് ചെയ്യാൻ, ബോഡിയിൽ എത്തി കഴിയുമ്പോൾ ആക്റ്റീവ് ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ ഐസോനിക്കറ്റാൽഡിഹൈഡ്, ഐസോനിക്കോട്ടിനിക് ആസിഡ്, ഐസോനിക്കോട്ടിനമൈഡ് എന്നൊക്കെ പറയുന്നത് ഈ പർട്ടിക്കുലർ ഏജന്റിന്റെ തന്നെയാണ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ആക്ട് ബൈ ഇന്റർഫിയർ ഫങ്ഷൻസ് ഓഫ് ബാക്ടീരിയൽ എൻസൈംസ്. അതായത് നമ്മുടെ ആ ഒരു സെൽ വോളില് മൈക്കോളിക് ആസിഡ് സിന്തസിസിനെ ആയിരിക്കും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മൈക്കോബാക്ടീരിയൽ സെൽ വോൾ സിന്തസിസ് തന്നെ അവിടെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റഡ് ആവും. ഓക്കെ, സോ സൈഡ് ഇഫക്റ്റ് അറിയാലോ. ന്യൂറൈറ്റിസ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പീരിഡോക്സിൻ കൊടുക്കും. Then next is hepatotoxicity. Hepatotoxicity പ്രത്യേകത എന്താ? ഹെപ്പാറ്റോടോക്സിറ്റിയുടെ പ്രത്യേകത എന്താ? ഹെപ്പാറ്റോടോക്സിറ്റി നമ്മൾ ഐസോനിയാസിഡ് കൊടുക്കുമ്പോൾ HbO2 അല്ലെങ്കിൽ HDPK ലെവൽ ഓക്കെ ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അത് നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യാനും ലിവറിലുള്ള നമ്മുടെ എന്താ പറയാ എൻസൈം ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അനോറക്സിയ, വോമിറ്റിംഗ്, ന്യൂറൈറ്റിസ്, ഹെപ്പാറ്റോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി ഒക്കെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ. ദെൻ മെറ്റബോളിസം പറയാം. ആന്റി ടി ബി ഡ്രഗിന്റെ അകത്തുള്ള ഐസോനിയാസിഡ് അസൈറ്റൈലേഷൻ ആണ് അതിന്റെ പ്രധാനമായിട്ടുള്ള മെറ്റബോളിസം. ആൻഡ് ഫൈനലി യൂറിനിൽ കൂടിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. N1 N2 സബ്സ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്. അതേപോലെ ഒരു പിരിഡിൻ റിംഗ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞുതരാം. N1, the N1 in hydrazine എന്ന് പറയുന്നത് it is very essential for action. And ഈ N1 in hydrazine എന്ന് പറയുന്നത് it should not be substituted. അപ്പം ഐസോനിയാസിനകത്ത് N1 ഉം N2 ഉണ്ട്. N1 ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. സോ N1 should not be substituted. Okay, N1 should not be substituted. N2 ആണെങ്കിലോ ആൽക്കൈൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ N2ന്റെ പൊസിഷനിൽ ഒരു ആൽക്കൈൽ കോമ്പൗണ്ടിനെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് കാണാം. നെക്സ്റ്റ് ഈസ് പിരിഡിൻ റിംഗ്. പിരിഡിൻ റിംഗ് എന്താ? പിരിഡിൻ റിംഗ് is very essential for its activity. അതുകൊണ്ട് the substitution in it result into loss of activity. അപ്പൊ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിയുമ്പോൾ the substitution will result into in loss of activity. അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ loss of activity ക്ക് കാരണമാകും. ഓക്കെ, ഇനി many analogs which were developed are not found superior to the
പേരന്റ് ഡ്രഗ്. അപ്പം അതിന്റെ അകത്ത് ഒരുപാട് അനലോഗുകൾ ഉണ്ടെങ്കിലും ഒന്നും തന്നെ ഐസോനിയാസിഡിനേക്കാളും മുകളിലല്ല. ഓക്കെ, R2 പൊസിഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഈ N2-ന്റെ അവിടുന്ന് പിന്നെ 2 ഹൈഡ്രജൻ വകഭേദങ്ങൾ വരുന്നുണ്ട്. അവിടെ വരുന്ന R2 റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഐസോൾ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇപ്രോനിയാസിഡ്, സൈക്കോമോട്ട സ്റ്റിമുലന്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഒന്നും തന്നെ ഐസോനിയാസിഡിന്റെ ഒരു ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിയേക്കാളും മുകളിലല്ല. ഓക്കെ, ഡോസ് പറഞ്ഞുതരാം. ആദ്യമേ മറ്റുള്ള ആന്റി ട്യൂബർക്കുലർ ഏജന്റുമായിട്ട് 500 to 300 mg വരെ ഡെയിലി നമുക്ക് കൊടുക്കാം. എലോങ് വിത്ത് വൈറ്റമിൻ B6 ടു പ്രിവെന്റ് ന്യൂറൈറ്റിസ്. ഒരു ദിവസം പരമാവധി ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോസ് എന്ന് പറയുന്നത് 900 mg ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് എത്താംബ്യൂട്ടോൾ, ഇ അല്ലെങ്കിൽ EMB എന്നൊക്കെയാണ് നമ്മൾ എത്താംബ്യൂട്ടോളിന് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇ അല്ലെങ്കിൽ EMB എന്നൊക്കെ ആയിരിക്കും മാർക്ക് ചെയ്യുക. സോ അതൊരു വാട്ടർ സോളിബിൾ എത്താംബ്യൂട്ടോൾ. ഓക്കെ, ഡെറ്റോൾ എന്നാലും ഡെറ്റോൾ വാട്ടർ സോളിബിൾ അല്ലേ. അതുപോലെ എത്താംബ്യൂട്ടോൾ അതെന്താണ്, വാട്ടർ സോളിബിൾ ആണ്, ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ആൻഡ് എത്താംബ്യൂട്ടോൾ ഓറലി എടുത്തു കഴിഞ്ഞാൽ 80% വരെ അതിന് അബ്സോർപ്ഷൻ ഉണ്ട്. കെമിക്കലി ഒരു അലിഫാറ്റിക് ഡയമൈൻ ആണ്. 2 ബ്യൂട്ടനോൾ സൈഡ് ചെയിൻ ഉണ്ട്. SAR എന്ന് പറഞ്ഞാൽ എന്താ, 2 അമിനോ ആസിഡ് മോയിറ്റീസ് ഉണ്ട്. എത്താംബ്യൂട്ടോൾ 2 അമിനോ ആസിഡ് ഉണ്ട്. ഈ 2 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ്സ് ഓഫ് നൈട്രജൻ അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, അതും ഇതിന്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദെൻ ഈ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഓഫ് OH റീപ്ലേസ് ചെയ്തിട്ട് മെത്തോക്സി ഗ്രൂപ്പോ എത്തോക്സി ഗ്രൂപ്പോ ഒക്കെ വന്ന് ആഡ് ചെയ്താൽ അതിനും ഇത് തരുന്ന അതേ ആക്ടിവിറ്റി തരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് എത്താംബ്യൂട്ടോൾ എന്ന് പറയുന്നത് എന്താ, സെയിം തന്നെ സെൽ വാൾ സിന്തസിസിനെ ഇന്റർഫിയർ ചെയ്യുക, ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ഷൻ ഉണ്ടാക്കുക. മൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയൽ സെൽ വാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ്. അതിനെ സ്റ്റോപ്പ് ചെയ്യുക, ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എത്താംബ്യൂട്ടോളിന്റെയും ആക്ഷൻ. എന്തെങ്കിലും പറഞ്ഞോ? നെക്സ്റ്റ് ഈസ് മെറ്റബോളിസം. സോ മെറ്റബോളിസം ഓഫ് എത്താംബ്യൂട്ടോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എവിടെയാണ് നടക്കുന്നത്, ലിവറില്. ആൻഡ് ഒരു വ്യത്യാസവും ഇല്ലാതെ 75% ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ്. സോ ഐസോനിയാസിഡ് അസൈറ്റൈലേഷൻ വഴിയാണ് നമ്മുടെ ബോഡിയിൽ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, നോസിയ, അനോറെക്സിയ. ശ്രദ്ധിക്കേണ്ട ഒരു സൈഡ് എഫക്ട്, പൈറസിനമൈഡും എത്താംബ്യൂട്ടോളും രണ്ടും എന്തുണ്ടാക്കും, ഹൈപ്പർ യൂറീസീമിയ ഉണ്ടാക്കും. യൂറിക് ആസിഡ് ലെവൽ ബോഡിയിൽ കൂട്ടും. ദെൻ പൾമനറി അല്ലെങ്കിൽ എക്സ്ട്രാ പൾമനറി TBയിൽ യൂസ് ചെയ്യാം. TBയുടെ ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ടും എത്താംബ്യൂട്ടോൾ ഉപയോഗിക്കാം. അടുത്ത റിഫാംബിസിന് മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിന്റെ അകത്ത് വരുന്നതാണ് റിഫാംബിസിൻ. സോ സ്ട്രെപ്റ്റോമൈസസ് മെഡിറ്റലൈനകത്ത് വരുന്ന ഒരു, അതായത് റിഫാംബിസിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോയിൽ ബാക്ടീരിയമായിട്ടുള്ള സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ്, സ്ട്രെപ്റ്റോമൈസസ് മെഡിറ്ററൈനെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന സ്ട്രെപ്റ്റോമൈസിനെ സിന്തസൈസ് ചെയ്ത് എടുക്കാനായിട്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്ന് എഴുതിയെടുത്തോ, റിഫാംബസിൻ, RIFAMPICIN. റിഫാംബസിൻ കിട്ടണമെങ്കിൽ സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസിന്റെ അകത്ത് MEDITERARRANEN മെഡിറ്ററൈൻ. ഓക്കെ, അതാണ് നമുക്ക് റിഫാംബസിൻ കിട്ടുന്ന സ്ട്രെപ്റ്റോമൈസിൻ സ്പീഷീസ്. ഓക്കെ, സോ റിഫാംബസിൻ സെമി സിന്തറ്റിക് ആയിട്ട് റിഫാംബസിൻ ബിയിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. റിഫാംബസിന്റെ പ്രത്യേകത എന്താ, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ് അതിന്റെ മെക്കാനിസം. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എൻസൈം. അപ്പം RNAയുടെ സിന്തസിസ് ഇൻഹിബിറ്റഡ് ആവുന്നു. സോ പ്രോട്ടീൻ സിന്തസിസും അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തസൈസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, then next is rifampicin is highly effective in its minimum inhibitory concentration. MIC ഒക്കെ minimum toxic concentration, minimum inhibitory concentration ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ. അപ്പൊ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷനിൽ നമുക്ക് റിഫാംബിസിൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇഫക്റ്റീവ് ആണ്. ഇൻ 0.05 to 0.2 gram.
Okay, there is mg/ml ആണ് അത് പറയുന്നത്. So rifampicin, next rifampicin സെമി സിന്തറ്റിക് അനലോഗ് ആണ് റിഫാമ്പൈസിൻ ബി. സോ അത് ഫ്ലാറ്റ് നാഫ്തലിൻ റിംഗ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് ആന്റി ബാക്ടീരിയൽ ആക്ഷൻ. റിഫാമ്പൈസിൻ നാഫ്തലിൻ റിംഗ് കൊണ്ട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി തരണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് റിംഗ് വേണം? നാഫ്തലിൻ റിംഗ് വേണം. സോ റിഫാമ്പൈസിൻ എന്ന് കേൾക്കുമ്പോൾ ഏതാ റിംഗ് എന്നുള്ളതും കൂടെ മനസ്സിൽ വന്നോട്ടെ. എന്താ അത്? നാഫ്തലിൻ റിംഗ്. അപ്പൊ ആ നാഫ്തലിൻ റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ റിഫാമ്പൈസിൻ എന്തായിട്ടേക്കുള്ളൂ? നല്ലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമുക്ക് തരുള്ളൂ. ഓക്കെ, then OH double bond, these are essential for the action. Then macrolytic ring ഉണ്ട്, which is essential. Carbonyl group switteron ആയിട്ട് ചെയ്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അതിന് switteron എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഏതാണോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നത് അതുവരെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി എവിടെയൊക്കെയാണ് റിഫാമ്പസിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ഇൻ ട്യൂബർകുലോസിസ്. ഓക്കെ, റിഫാമ്പസിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ TB, then ലെപ്രസി, then ഡോക്സിസൈക്ലിന്റെ കൂടെ നമുക്ക് ബ്രൂസെല്ലോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാം. then മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? റിഫാമ്പസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ഇഫക്റ്റ്. ഇപ്പൊ റിഫാമ്പസിന്റെ ഒരു പ്രധാന സൈഡ് ഇഫക്റ്റ് ആണ് റിഫാമ്പസിൻ ഉപയോഗിക്കുന്ന സമയം നമ്മുടെ യൂറിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യും. സോ റെഡ് കളർ കിട്ടും. തിരിഞ്ഞു പോകാൻ പാടില്ല. ക്ലോഫാസമൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഓറഞ്ച് കളർ ആയിരിക്കും ബോഡിയിൽ പിഗ്മെന്റേഷൻസ് ആയിട്ട് വരിക. ഓറഞ്ച് സ്പോട്ട് ആയിട്ട് ബോഡി വരുന്ന ഡ്രഗ് അത് റിഫാമ്പസിൻ അല്ല, അത് ക്ലോഫാസമൈൻ. റിഫാമ്പസിൻ സെക്രീഷൻസിന് മാത്രമേ കളർ വരുത്തുള്ളൂ. സോ ചേഞ്ച് ഇൻ യൂറിൻ കളർ, ഹൈപ്പർ ബിലിറുബീമിയ, ത്രോംബോസൈറ്റോപീനിയ, ഹെപ്പാറ്റോക്സിറ്റി, റാഷസ്. സോ pyrazinamide, it is a pyrazine derivative classified in first line drug for the treatment of TB. TBയുടെ ട്രീറ്റ്മെന്റിലാണ് പ്രധാനമായിട്ടും നമ്മുടെ പൈറസിനമൈഡ് എന്ന് പറയുന്ന ഡ്രഗിനെ യൂസ് ചെയ്യുന്നത്. അത് എന്ത് ഡെറിവേറ്റീവാ? പൈറസീൻ ഡെറിവേറ്റീവ് ആണ്. നമ്മുടെ ഐസോണിക് ആസിഡ് എന്ത് ഡെറിവേറ്റീവ് ആയിരുന്നു? മറന്നോ? ഐസോണിക് ആസിഡ് എന്ത് ഡെറിവേറ്റീവാ? നിക്കോട്ടിനിക് ആസിഡ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഐസോനിക്കോട്ടിനിക് ആസിഡ് ഹൈഡ്രസൈഡ് എന്നൊക്കെ അതൊരു പിരിഡീൻ ഡെറിവേറ്റീവ് ആണ് അല്ലെ. സോ അത് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇറ്റ് ഈസ് എ പിരിഡീൻ ഡെറിവേറ്റീവ്. നമ്മുടെ പൈറസിനമൈഡ് എന്ന് പറയുന്നത് പൈറസീൻ ഡെറിവേറ്റീവ് ആണ്. TBക്ക് യൂസ് ചെയ്യും. ആക്റ്റീവ് ഫോം നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ എക്സാക്ട് മെക്കാനിസം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്ക് ആകെ മനസ്സിലായിട്ടുള്ള കാര്യം ഇത് പൈറസിനോയിക് ആസിഡ് ആയിട്ട് മാറും. ആ പൈറസിനോയിക് ആസിഡ് ആണ് ആ പർട്ടിക്കുലർ പൈറസിനമൈഡിന്റെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോം. ബാക്ടീരിയൽ സെൽ വാളിനെ ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ദ റീപ്ലേസ്മെന്റ് ഓഫ് പൈറസിൻ റിംഗ് വിത്ത് എനി അതർ റിംഗ് ഈ ആക്ടിവിറ്റി ഇല്ലാണ്ടാക്കും. Then mono substituted ring is essential as di-substituted ring of found have lesser activity. അതേപോലെ തെറാപ്യൂട്ടിക് ആക്ഷൻ TBയിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓൾസോ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് INHന്റെയും റിഫാമ്പസിന്റെയും കൂടെ നമുക്ക് ആരെ ഉപയോഗിക്കാം? പൈറസിനമൈഡിനെ ഉപയോഗിക്കാം. ഹെപ്പാറ്റോക്സിറ്റി, ഹൈപ്പർ യൂറീസീമിയ. ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഡ്രഗിനാണ് ഹൈപ്പർ യൂറീസീമിയ കാണിക്കുക. ഒന്ന് പൈറസിനമൈഡും പിന്നെ ഒന്ന് എത്താൻബ്യൂട്ടോളും. Then arthralgia, GI upset. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ is obtained from Streptomyces griseus, ഒരു അമിനോ ഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ഇവനെന്ത് ചെയ്യും? ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് അങ്ങോട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ബാക്ടീരിയയുടെ 30 years റൈബോസോമിൽ പോയിട്ട് ഇവൻ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. എന്നിട്ട് ബാക്ടീരിയയുടെ ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള എല്ലാം എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. സോ ഇന്റർഫിയർ വിത്ത് initiation complex of peptide formation, misleading mRNA which formation of non-function or non-toxic protein, breaking of polysome into non-functional monosomes. At the use of streptomycin,
ട്യൂബർകുലോസിന്റെ കേസിൽ ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്ട്രെപ്റ്റോമൈസിൻ. ട്യൂബർകുലോസിന്റെ കേസിൽ ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ ഓൾസോ സെപ്റ്റിസീമിയയുടെ കേസിൽ പെനിസിലിനും മെട്രോണിഡസോളിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കാം? സ്ട്രെപ്റ്റോമൈസിൻ. ദെൻ പ്ലേഗ്, ഇപ്പൊ പ്ലേഗ് ഇല്ല, പക്ഷെ പ്ലേഗിന്റെ സമയത്തും ഒക്കെ പ്ലേഗ് പടക്കുന്ന ഏത് ഓർഗാൻസാ? ഒരു റോഡന്റ് ആണ്. ഏതാണെന്നറിയോ? റാറ്റ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടറുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഗ്രേഡ് 2 ഉണ്ടാവുമെന്ന് അറിയില്ല. സോ പ്ലേഗ് റാറ്റ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് നമുക്ക് പെനിസിലിനുമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, then hepatotoxicity, nephrotoxicity, ototoxicity. Aminoglycoside antibiotics, ജെന്റാമൈസിൻ ആയിക്കോട്ടെ, ഇപ്പം സ്ട്രെപ്റ്റോമൈസിൻ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ഓട്ടോടോക്സിറ്റി. ഓക്കെ, സോ അത് എംഫസൈസ് ചെയ്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓട്ടോടോക്സിറ്റി ഇസ് ദ മേജർ സൈഡ് എഫക്ട് ഓഫ് ജെന്റാമൈസിൻ അല്ലെങ്കിൽ എനി ഡ്രഗ് വിച്ച് ബിലോങ്സ് ടു aminoglycosides. ഓക്കെ, okay. Next, although if it is used with penicillin, നമ്മൾ പറഞ്ഞ പെനിസിലിനോ മെട്രോണിഡസോളിന്റെ ഒക്കെ കൂടെ ഉപയോഗിച്ചാൽ സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ അല്ലേ. അപ്പൊ നമ്മളിപ്പം സ്ട്രെപ്റ്റോമൈസിൻ ആന്റിബയോട്ടിക് നമ്മൾ മിക്സ് ചെയ്ത് പെനിസിലിന്റെ കൂടെ ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തിൽ ഉപയോഗിക്കാം? സെപ്റ്റിസീമിയയിൽ ഉപയോഗിക്കാം. പക്ഷെ മറ്റുള്ള ഏജൻസിൽ നമ്മൾ മിക്സപ്പ് ചെയ്യുമ്പോൾ അവിടെ മറ്റേ ഏജന്റിന്റെ ആക്ടിവിറ്റി ന്യൂട്രലൈസ്ഡ് ആയി പോകാൻ പാടില്ല. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ആന്റിബയോട്ടിക്സ് പറയാവേ. അപ്പം TB ഭയങ്കര ഈസി ചാപ്റ്റർ. ഈ 2-3 പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് TB ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് കീമോതെറാപ്പിയിലേക്ക് പോവാം. ഒന്ന് മിക്സപ്പ് ചെയ്ത് പഠിക്കാം. അതായത് രണ്ടും മിക്സപ്പ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഫാർമക്കോളജിയും വായിച്ചു പോകാം, അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ കെമിസ്ട്രി നോക്കാം. അതല്ലേ നല്ലത്? അപ്പൊ നമ്മൾക്ക് ഒന്ന് റിഫ്രഷ്ഡ് ആവും. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുമ്പോഴേ ആലോചിക്കണം ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ, അത് ക്യാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എനി ട്രീറ്റ്മെന്റ്, എനി ഇൻഫെക്ഷൻ നമ്മുടെ ഹോസ്റ്റ് സെല്ലിന് ഡാമേജ് ചെയ്യാതെ ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കീമോതെറാപ്പി. അവിടെ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നൊരു വേർഡ് വരും. എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റിക്? ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയസിഡർ എന്താണ്? kills the bacteria. Okay, bacteria kill ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? We will call it by the name bactericidal. Then anti-malignant agent. അപ്പൊ മാലിഗ്നൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആന്റി-മാലിഗ്നന്റ് ഏജന്റ്. അപ്പം ഫംഗസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആന്റി ഫംഗൽ കീമോതെറാപ്പി എന്ന് തന്നെ പറയാം. സോ ആന്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ്. നമ്മൾ മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആന്റിബയോട്ടിക്സ്. അവിടെ നാരോ സ്പെക്ട്രം ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ഉണ്ട്. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ മാത്രമേ കൊല്ലുള്ളൂ. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെയും അത് കില്ല് ചെയ്യും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ ബ്രോഡ് ടെട്രാസൈക്ലിൻസ് ആൻഡ് ക്ലോറാംഫിനിക്കോൾ. ഓക്കെ, അപ്പൊ ബ്രോഡ് സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾസ് ആണ് ടെട്രാസൈക്ലിനും ക്ലോറാംഫിനിക്കോൾ. ക്ലൂ പറഞ്ഞുതരാം. TC, ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് TC കൊടുത്ത് വിട്ടു. അപ്പൊ അവന് ബ്രോഡായിട്ട് ഒരുപാട് സ്കൂളുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒറ്റ സ്കൂളിൽ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ TC കൊടുത്തത് കൊണ്ടാണ് അവന് ബ്രോഡായിട്ട് പല സ്കൂളിലും പോകാൻ പറ്റിയത്. അപ്പൊ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ TC ടെട്രാസൈക്ലിനും അതേപോലെ ക്ലോറാംഫിനിക്കോളും. ഓക്കെ, ഇനി അത് നാരോ സ്പെക്ട്രം. നാരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലും ഇഫക്റ്റീവ് ആയിരുന്ന ആൾക്കാർ. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇഫക്റ്റീവ് ആകുന്ന ആർക്കാണ്? പെനിസിലിൻ, ദെൻ എരിത്രോമൈസിൻ, ലിൻകോമൈസിൻ, വാൻകോമൈസിൻ ആൻഡ് നോവോബയോസിൻ. ഓക്കെ,
Okay, so penicillin, erythromycin, lincomycin, vancomycin, novobiosin. ഇനി gram negative bacteria ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോമൈസിനും ഗാനാമൈസിൻ. ഓക്കെ, ഇനി ആന്റി പ്രോട്ടോസോവൽ ആന്റിബയോട്ടിക് ഏതൊക്കെയാണ്? പരമോമൈസിൻ ആൻഡ് ഫുമാഗിലിൻ. ഓക്കെ, ഇനി ആന്റി ഫംഗൽ ഏജന്റ്സ് ആണ് നൈസ്റ്റാറ്റിൻ, ഹാമൈസിൻ, ഗ്രിസിയോഫുൾവിൻ എന്നൊക്കെ പറയുന്നത്. ഈ ആന്റി ഫംഗൽ പറഞ്ഞപ്പോ ഓർമ്മയുണ്ടോ നമ്മൾ ഇന്ന് പറഞ്ഞത്? ഓൾ ദീസ് ആർ ഹാവിങ് എ വെരി യെല്ലോ ക്രിസ്റ്റലൈൻ പൗഡർ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഹാമൈസിനൊക്കെ യെല്ലോ ക്രിസ്റ്റലൈൻ ആണ്, നൈസ്റ്റാറ്റിനൊക്കെ അമോർഫസ് ആണ് എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വാട്ടർ സോലുബിൾ ആണ് നൈസ്റ്റാറ്റിൻ, അത് ഓർമ്മയുണ്ടോ? നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ തിരിച്ച് ഓർമ്മ കിട്ടും. ആന്റി മാലിഗ്നന്റ് ആയിട്ട് നമ്മൾ ആക്ടിനോമൈസിൻ ഡി. ഓക്കെ, സോ ഏത് കാറ്റഗറി വരുന്നു എന്നുള്ളത് വളരെ അധികം പ്രധാനമാണ്. ഓക്കെ, സോ ആന്റിബയോട്ടിക് എന്ന വേർഡ് തന്നെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എഗെയിൻസ്റ്റ് ദ ലൈഫ്. ഓക്കെ, സോ അത് ഓരോ മൈക്രോ ഓർഗാനിസം സ്പീഷീസിനനുസരിച്ച് നമുക്ക് ആ ഒരു ആന്റിബയോട്ടിക്കിന്റെ നീഡും യൂസും അത് സപ്രസ് ചെയ്യാൻ എടുക്കുന്ന ഡോസിന്റെ ലെവലിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, സോ portable points of difference among the antibiotic may be physical, chemical, pharmacological, antibacterial spectra and mechanism of action. Okay, അതായത് pneumonia, tuberculosis, meningitis അങ്ങനെയുള്ള ഒരുപാട് ഡിസീസ് കണ്ടീഷനെ ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ആന്റിബയോട്ടിക്സ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് അവനെ ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കെമിക്കൽ സ്ട്രക്ചറും നമുക്ക് അവരെ ഡിവൈഡ് ചെയ്യാം. സോ കെമിസ്ട്രിയും കോളജിയും ഞാൻ മിക്സപ്പ് ചെയ്തിട്ടാ പറയുന്നത്, ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യം മെക്കാനിസം പറയുകയാണെങ്കിൽ സെൽ വാൾ ഇൻഹിബിഷൻ ആണ് ആദ്യത്തെ മെക്കാനിസം. സെൽ വാൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാ? പെനിസിലിൻസ്, സെഫലാസ്പോറിൻസ് ആൻഡ് സൈക്ലോസെറിൻ. ഓക്കെ, സോ അതിന്റെ എന്താ പറയാ, സെൽ വാളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏജൻസിന്റെ പേരാ പറയാൻ പോകുന്നത്. സെൽ വാൾ ഇൻഹിബിറ്റ് ചെയ്യുക. സെൽ വാള് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? പെനിസിലിൻ, സെഫലോസ്പോറിൻ ആൻഡ് സൈക്ലോസെറിൻ. സൈക്ലോസെറിൻ എവിടെയാ ഉപയോഗിക്കുന്നത്? ആന്റി ടിബിയുടെ സെക്കൻഡ് ലൈൻ ഏജന്റ് ആയിട്ട്. അതാണ് സെൽ വാൾ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. രണ്ട്, ഇൻഹിബിറ്റ് ദ ഫങ്ഷൻ ഓഫ് സെൽ മെമ്പറൈൻ. ഓക്കെ, സോ സെൽ മെമ്പറൈന്റെ ഫങ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതാണ് രണ്ടാമത്. ഇൻഹിബിറ്റ് ഫങ്ഷൻ ഓഫ് സെൽ മെമ്പറൈൻ. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാ? പോളിമിക്സിൻ, നോവോബയോസിൻ, നൈസ്റ്റാറ്റിൻ. ഏതൊക്കെയാണ്? പോളിമിക്സിൻ, നോവോബയോസിൻ, പോളിമിക്സിൻ ആൻഡ് നൈസ്റ്റാറ്റിൻ. നൈസ്റ്റാറ്റിൻ, പോളിമിക്സിൻ, നോവോബയോസിൻ. ഓക്കെ, ദെൻ ഇൻഹിബിറ്റ് പ്രോട്ടീൻ സിന്തസിസ് ആണ് ക്ലോറാംഫെനിക്കോൾ. ഓക്കെ, സോ ഇൻഹിബിറ്റ് ഏതാണ്? പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് ക്ലോറാംഫെനിക്കോൾ. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് ക്ലോറാംഫെനിക്കോൾ ആണ് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ദെൻ DNA ഫംഗ്ഷനെ ഇൻഹിബിറ്റ്, DNA ഡിപെൻഡന്റ് RNA പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരായിരുന്നു? റിഫാംബസിൻ. മറക്കല്ലേ, രണ്ടിടത്ത് പഠിച്ചാ, ഇപ്പൊ തന്നെ പഠിച്ചാ റിഫാംബസിൻ. പിന്നെ DNA ഗൈറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരാ? DNA ഗൈറേസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരാ? ഫ്ലൂറോക്വിനോൾസ്. ഓക്കെ, ഫ്ലൂറോക്വിനോൾസ് ആണ് DNA ഗൈറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സെൽ വാളിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്ന ആരൊക്കെയാണ്? പെനിസിലിന്, സെഫലാസ്പോറിന്, പിന്നെ നമ്മളുടെ സൈക്ലോസെറിൻ, വാൻകോമൈസിൻ, ബാസിട്രാസിൻ, ഇമിഡസോൾ, ആന്റി ഫംഗൽസ്, ഇവരെല്ലാരും സെൽ വാളിനെ, ഫംഗലിന്റെ കേസിലാകുമ്പോൾ എർഗോസ്റ്റിറോളിനെ ആയിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇനി സെൽ മെമ്പറൈനിൽ ഡയറക്ട്ലി ആക്ട് ചെയ്തുകൊണ്ട് അവിടെ ലീക്കേജ് ഉണ്ടാക്കി സെല്ലിന്റെ അകത്തുള്ള കണ്ടന്റുകളെ എല്ലാം പുറത്തേക്ക് കളയുന്ന ആൾക്കാരാണ് പോളിമെക്സിൻ, നൈസ്റ്റാറ്റിൻ, നോവോമൈസിൻ, ആംഫോടെറിസിൻ ബി ഒക്കെ. ഫംഗസിന്റെ കേസ് പഠിച്ചപ്പോ ഓർമ്മയില്ലേ? എർഗോസ്റ്റിറോളിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അവിടെ ഒരു സുഷിരം ഉണ്ടാക്കും. ആ സുഷിരത്തിൽ കൂടെ സെല്ലിന്റെ അകത്തുള്ള സാധനത്തിനെയൊക്കെ പുറത്ത് കളയും. പിന്നെ പ്രോട്ടീൻ സിന്തസിസ് ആകുമ്പോ 30S സബ് യൂണിറ്റിലും 50S സബ് യൂണിറ്റിലും പോയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അവരുടെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ആണ്
എരിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫിനിക്കോൾ, ക്ലിൻഡാമൈസിൻ. Chloramphenicol, clindamycin, then TC, tetracycline, then chloramphenicol. Okay, chloramphenicol, tetracycline, erythromycin. Erythromycin ഒക്കെ എന്താ ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുക. എവിടെയാണ്? 30 years ആണോ 50 years ആണോ എന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ DNA gyrase inhibit in the fluoroquinolones, DNA function inhibit in the rifampicin. Okay, next is based on chemical structure. So beta lactam antibiotics. എന്താണ് beta lactam antibiotics? What is beta lactam antibiotics? ആരൊക്കെയാണ് beta lactam antibiotics എന്ന് പറയുന്ന ആരൊക്കെയാ? ഒരു ബീറ്റ ലാക്ടം റിംഗ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാ? they are having a beta lactam ring in their structure, chemical structure. Next is aminoglycoside antibiotic. അതിന്റെ എക്സാമ്പിൾസ് ആരൊക്കെയായിരുന്നു? aminoglycosides നമ്മൾ നേരത്തെ ഒരു ഓട്ടോടോക്സിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ പോലെയുള്ള aminoglycoside. Then tetracycline, polypeptide, macrolide, lincomycin, other antibiotics. ഇത്രയാണ് കെമിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. സോ ആദ്യമേ നമുക്ക് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ് നോക്കാം. ബീറ്റ ലാക്ടം എന്താണ്? they are having a beta lactam ring, penicillin, cephalosporin, monobacium, carbapenem. ഇത്രയാണ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പം പെനിസിലിൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ആണ്. ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തത് എന്താണ്? പെനിസിലിൻ ആണ്. സോ പെനിസിലിൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം, പെനിസിലിൻ എവിടുന്നാ കിട്ടുന്നത്? പെനിസിലിൻസ് ആർ ഒബ്റ്റൈൻഡ് നോട്ടേറ്റം, പെനിസിലം PENICILIUM ഇമ്പോർട്ടന്റ് ആണ്. നോട്ടേറ്റം NOTATUM നോട്ടേറ്റം. അതേപോലെയോ ഒരിടത്തും കൂടെ സൈസ് ചെയ്യുമല്ലോ. പെനിസിലിൻ ക്രൈസോജീനം കേട്ടോ. നോട്ടേറ്റം ആൻഡ് ക്രൈസോജീനം രണ്ടിടത്തും നമുക്ക് പെനിസിലിൻ കിട്ടും. സോ ഒരു ഇമ്പോർട്ടന്റ് ആന്റിബയോട്ടിക് ആണ്. ആദ്യം പെനിസിലിൻ നോട്ടേറ്റത്തിന്റെ മോൾഡ് നിന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെയാണ് പെനിസിലിൻ ക്രൈസോജീനത്തിന് ഇതേപോലെ തന്നെ ഒരു സിമിലർ ആക്ടിവിറ്റി ഉണ്ട്. കുറച്ചും കൂടി നമുക്ക് ഒരു ഹൈ ഈൽഡ് തരുന്ന ആരാണ്? പെനിസിൽ ക്രൈസോജീനം. ഓക്കെ, സോ ബീറ്റ ലാക്ടം റിംഗ് ഉള്ളവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? പെനിസിലിൻസ് എന്ന് വിളിക്കും. they are having a beta lactam antibiotics. അപ്പൊ അതുപോലെ തന്നെ the basic structure of the penicillin, it consists of a thiazolidine ring which is fused with a beta lactam ring. അപ്പം കെമിസ്ട്രി പറയുകയാണെങ്കിൽ ഒരു thiazolidine റിംഗ് ഒരു ബീറ്റ ലാക്ടം റിംഗിനോട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെനിസിലിൻ. thiazolidine ring is binded to a beta lactam ring. And it is essential for antibacterial activity. These two rings constitute the fundamental nucleus of the penicillin. The 6-amino penicillic acid. അതൊരു സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പെൻസിലിൻ ആണ്. അതിന്റെ സൈഡ് ചെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 6-amino penicillic ആസിഡിനെ പെൻസിലിൻ സ്ട്രക്ചറിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് രണ്ടിനും ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, സോ ബേസിക് സ്ട്രക്ചറിനകത്ത് thiazolidine rings fused with the beta lactam ring, and ഈ രണ്ട് റിംഗും 6-amino penicillinic acid ന്യൂക്ലിയസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. A side chain is attached to the 6-APA nucleus. Commonly used penicillin ഏതൊക്കെയാണ്? ബെൻസൈൽ പെൻസിലിൻ, അല്ലെങ്കിൽ പെൻസിലിൻ ജി, അല്ലെങ്കിൽ നാച്ചുറൽ പെൻസിലിൻ. ഓക്കെ, അപ്പൊ ഞാൻ പെൻസിലിനെ പറ്റിയിട്ടാ പറയുന്നത്. പെൻസിലിന് 3 പേരുണ്ട്. പെൻസിലിൻ, അല്ലെങ്കിൽ നാച്ചുറൽ പെൻസിലിൻ, അല്ലെങ്കിൽ ഒരു പേരും കൂടെ പറഞ്ഞേ, ബെൻസൈൽ പെൻസിലിൻ, ബെൻസൈൽ പെൻസിലിൻ ജി. ഓക്കെ, ഇതെല്ലാം എന്തിന്റെ പല പേരുകളാണ്? പെൻസിലിന്റെ മറ്റ് പേരുകളാണ്. ഓക്കെ, നെക്സ്റ്റ് മെക്കാനിക്സ് അറിയാലോ. എന്താ ചെയ്യുന്നത്? മെമ്പറൈനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ട്രാൻസ്പെപ്റ്റൈസ് എൻസൈം ഉണ്ടായിരിക്കും. സോ ട്രാൻസ്പെപ്റ്റിഡോഗ്ലൈക്കാൻസിന്റെ
ആ ഒരു ക്രോസ് ലിങ്കിങ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ സെൽ വാൾ ഇല്ലാതെ ആയിരിക്കും ബാക്ടീരിയ പൊതുവെ അപ്പൊ ഫോം ചെയ്തത്. സോ ഇറ്റ് വിൽ ലീഡ്സ് ടു ബാക്ടീരിയസിഡൽ ഇഫക്റ്റ്. സോ പെനിസിലിൻ ജി ആണ് ബെൻസൈൽ പെനിസിലിൻ. പെനിസിലിൻ ബി ആണ് ഫിനോക്സി മീഥൈൽ പെനിസിലിൻ. ഫിനോക്സി രണ്ട് പേരുകളുള്ളതാണ് പെനിസിലിൻ ബി. ഓക്കെ, സോ ബി എന്ന് പറയുമ്പോൾ രണ്ട് വരകൾ മുട്ടുന്നതല്ലേ, അപ്പം ഫിനോക്സി മീഥൈൽ പെനിസിലിൻ ആണ് പെനിസിലിൻ ബി. ഓക്കെ, then next is പെൻസിലിനേസ് സസെപ്റ്റബിൾ പെൻസിലിൻ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗ്രാം പോസിറ്റീവ് പൊട്ടൻസി ആയിരിക്കും കൂടുതലും സ്റ്റഫലോകോക്കൈ സ്ട്രെപ്റ്റോകോക്കൈ, ഗ്രാം പോസിറ്റീവ് കോക്കൈ, ഗ്രാം നെഗറ്റീവിനോട് ഈ പെൻസിലിനേസ് സസെപ്റ്റബിൾ പെൻസിലിൻസ് എന്താവില്ല, ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ പെൻസിലിൻ റെസിസ്റ്റൻസ് എന്താ, മിക്കവാറുള്ള പെൻസിലിൻ എല്ലാം ബീറ്റാ ലാക്ടമേസിനോട് ഒരു റെസിസ്റ്റൻസ് കാണിക്കും. അപ്പം അങ്ങനത്തെ റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ അത് ഹൈഡ്രലൈസ് ചെയ്യാനായിട്ട് ആ എൻസൈമിന് സാധിക്കില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ അവരെ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗീവ് ഇറ്റ് അലോങ് വിത്ത് ആ ഒരു പർട്ടിക്കുലർ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പെൻസിലിൻസിനെ കൊടുക്കാനായിട്ട്. മോസ്റ്റ് കോമൺ മെക്കാനിസം ഓഫ് പെൻസിലിൻ റെസിസ്റ്റൻസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് എൻസൈം ബീറ്റാ ലാക്ടമേസ് അല്ലെങ്കിൽ പെൻസിലിനേസ് എന്നൊക്കെ അറിയപ്പെടും. സോ പെൻസിലിൻ, സെവൻസ്പോറിൻ, മോണോബാക്ടം, കാർബാപ്പിനം ഇതെല്ലാം എന്താണ്, പെൻസിലിൻ. അപ്പൊ ഇവർ ഏത് കൊടുത്താലും അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗീവ് അ പെൻസിലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മളുള്ള ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കണം. ഓക്കെ, സോ അതർ മെക്കാനിസം എന്താ, അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷനിലേക്ക് ബാക്ടീരിയക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എല്ലാം കുറയ്ക്കും. ഗ്രാം നാരോ സ്പെക്ട്രം ആണ് പെൻസിലിൻ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയോടായിരിക്കും കൂടുതലായിട്ടും ഒരു എഫെക്ഷൻ കഴിയുന്നത്. ഗോണോകോക്കൈ, ന്യൂമോകോക്കൈ, മെനിഞ്ചോകോക്കൈ, ട്രപ്പണിമ പല്ലിഡം, ബാസിലസ് ആന്ത്രാസിസ്, കൊറിയോബാക്ടീരിയം ഡിഫ്തീരിയ, ക്ലോസ്ട്രിഡിയം വെൽച്ചി ഇത്രയുമാണ് ആന്റിബാക്ടീരിയൽ ആയിട്ട് ഗ്രാം പോസിറ്റീവ് ആയിട്ട് പെൻസിലിൻ ആക്റ്റീവ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അബ്സോർപ്ഷൻ എങ്ങനെയാ, പെൻസിലിൻ ജി അല്ലെങ്കിൽ ബെൻസൈൽ പെൻസിലിൻ ഗ്യാസ്ട്രിക് ആസിഡ് കൊണ്ട് നശിച്ചു പോകും. അപ്പം ഫുഡ് ഉണ്ടെങ്കിലും അതിന്റെ അബ്സോർപ്ഷൻ തടയും. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യും, സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ IM ആയിട്ടോ ഒക്കെ കൊടുക്കും. അതുപോലെ പ്ലാസ്മ പ്രോട്ടീനോട് ബൈൻഡ് ചെയ്യും. കിഡ്നി, ലിവർ, പ്ലാസ്മ, ഇൻഡസ്ട്രീൻ ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. യൂഷ്വലി ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ അപ്പ് ബൈ ദ CSF. ഹൈ കോൺസെൻട്രേഷൻസ് ആർ പ്രസന്റ് ഇൻ CSF. അതുകൊണ്ട് നമുക്കതിന് മെനിഞ്ചിയൽ ഇൻഫ്ലമേഷന് കൊടുക്കാം. It is eliminated through urine by tubular secretion. So body in the കളയുന്നത് tubular secretion വഴിയാണ്. Okay, then amino penicillin. പെൻസിലിന്റെ പല പല വകഭേദങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അമിനോ പെൻസിലിൻ, യൂറിഡോ പെൻസിലിൻ, അപ്പം ആന്റി സ്യൂഡോമോൾ പെൻസിലിൻ, കാർബോക്സി പെൻസിലിൻ, ഡിഫറെന്റ് മെത്തിസിലിൻ, ഓക്സാസിലിൻ, അങ്ങനെ പല ഏജൻസ് ഉണ്ട്. ഓക്കെ, പൊട്ടാസ്യം ഫിനോക്സി പെൻസിലിൻ പെൻസിലിൻ ബി എന്ന് പറയുന്ന ഏജന്റ് ആണ്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസ്ട്രിക് ആസിഡ് വന്നാൽ ഇനാക്ടിവേറ്റഡ് ആയിട്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഓറലി എല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെൻസിലിനേസ് റെസിസ്റ്റന്റ് ആണ് മെത്തിസിലിൻ, ക്ലോക്സാസിലിൻ ഒക്കെ. ഓക്കെ, then ഡൈക്ലോക്സാസിലിൻ, നാഫിസിലിൻ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ബ്രോഡ് സ്പെക്ട്രം ആണ് ആംബിസിലിൻ, ടെലാംബിസിലിൻ, അമോക്സിസിലിൻ എന്നൊക്കെ പറയുന്ന ഏജൻസ്. നെക്സ്റ്റ് ഈസ് സെഫലോസ്പോറിൻ. അപ്പൊ സെഫലോസ്പോറിൻ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്, സെഫലോസ്പോറിൻ എവിടുന്നാ, സെഫലോസ്പോറിൻ അക്രിമോണിയം. സെഫലോസ്പോറിൻ എവിടുന്നാ കിട്ടുന്നത്, സെഫലോസ്പോറിൻ അക്രിമോണിയം, ACREMONIUM അക്രിമോണിയം. സോ സെമി സിന്തറ്റിക് ആയിട്ടുള്ള സെഫലോസ്പോറിൻ C അതൊരു ബീറ്റാ ലാക്ടം റിംഗ് ആണ്. ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ഡൈഹൈഡ്രോതൈസീൻ റിംഗ്. ഓക്കെ, സോ ഡൈഹൈഡ്രോതൈസീൻ റിംഗ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്,
അതിനെ നമ്മൾ തയസോളിഡിൻ റിങ്ങിന്റെ അകത്ത് ഡൈഹൈഡ്രോതൈസീൻ ആണ് ബീറ്റാ ലാക്ടം റിങ്ങിൽ ഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് ബാക്ടീരിയസിഡൽ പ്രോപ്പർട്ടി കാണിച്ചിട്ട് പെൻസിലിന്റെ അതേ ആക്ഷൻ ആണ് സെഫലോസ്പോറിനും ഉണ്ടാവുക. അപ്പം ഡൈഹൈഡ്രോ അല്ലെങ്കിൽ ടെട്രാഹൈഡ്രോ തയസോളിഡിൻ റിങ് ആയിരിക്കും ഉണ്ടാവുക. സെഫലോസ്പോറിൻ 3 ക്ലാസ് ആയി ഡിവൈഡ് ചെയ്യാം. സെഫലോസ്പോറിൻ എൻ, സെഫലോസ്പോറിൻ പി ആൻഡ് സെഫലോസ്പോറിൻ സി. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പെൻസിലിന്റെ സെയിം സ്ട്രക്ചർ, പക്ഷെ 6 അമിനോ പെൻസിലാനിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. സെഫലോസ്പോറിൻ പി എന്താണ്? ഒരു ആസിഡിക് ആന്റിബയോട്ടിക് ആണ്, സ്റ്റിറോയിഡൽ ഇൻ നേച്ചർ. സെഫലോസ്പോറിൻ സി എന്താണ്? ട്രൂ സെഫലോസ്പോറിൻ, ഡെറിവേറ്റീവ് ഓഫ് 7 അമിനോ സെഫലോസ്പോറാനിക് ആസിഡ്. ഓക്കെ, സോ സെഫലോസ്പോറിൻസ് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, പേരന്റലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതേപോലെ ബീറ്റാ ലാക്ടമേസിനോട് റെസിസ്റ്റന്റ് ഉള്ളത്, മെറ്റബോളിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ സെഫലോസ്പോറിന്റെ പ്രത്യേകത എന്താ? കൂടുതൽ ആക്ടിവിറ്റി ഗ്രാം പോസിറ്റീവിനോടായിരിക്കും, കുറച്ച് ആക്ടിവിറ്റി മാത്രമായിരിക്കും ഗ്രാം നെഗറ്റീവിനോട് കാണിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ആവുമ്പോഴോ ഗ്രാം നെഗറ്റീവിനോടായിരിക്കും കൂടുതൽ ആക്ടിവിറ്റി. തേർഡ് ജനറേഷൻ ആവുമ്പോഴോ ഫസ്റ്റ് ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനോട് അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ ഗ്രാം നെഗറ്റീവിനോട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് കുറച്ചും കൂടെ ഒരു ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഫോർത്ത് ജനറേഷൻ ആകുമ്പോഴോ വൈഡ് വെറൈറ്റി ഓഫ് ബാക്ടീരിയയുടെ ട്രീറ്റ്മെന്റ് നമുക്ക് ഫോർത്ത് ജനറേഷൻ സെഫലോസ്പോറിൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആണ്, വാട്ടർലെസ്, സ്പാരിംഗ്ലി സോല്യുബിൾ, പ്രാക്ടിക്കലി ഇൻസോല്യുബിൾ ഇൻ ആൽക്കഹോൾ. ആൽഫ അമിനോ ഗ്രൂപ്പ് ഓഫ് സെഫാലെക്സിന് എന്ത് ചെയ്യും? ആസിഡ് സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നുണ്ട്. 3-methyl group is responsible for the metabolic stability. It is particularly recommended for urinary tract infection. 250 മുതൽ 500 mg വരെ ഓരോ 6 മണിക്കൂറിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. 18 to 25 mg per kg every 6 hours. സെഫാഡ്രോക്സിൽ, ഇപ്പൊ സെഫാഡ്രോക്സിലൊക്കെ വൈറ്റ് പൗഡേഴ്സ് തന്നെയാണ്, വാട്ടറിൽ സോളിബിൾ ആവും, എത്തനോളിൽ സോളിബിൾ ആവും, ഓൾമോസ്റ്റ് സിമിലർ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് ഈസ് സെഫാഡ്രോക്സിൽ അല്ലെങ്കിൽ സെഫാലോത്തിലും. ഇവരും എല്ലാം എന്താണ്? വൈറ്റ് കളർലെസ് ആയിട്ടുള്ള, ഓർഡർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, then aminoglycoside ആന്റിബയോട്ടിക് എടുത്തറിയാലോ, സ്ട്രെപ്റ്റോമൈസിൻ. എവിടുന്നാ കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസിൻ? സ്ട്രെപ്റ്റോമൈസസ് ഗ്രിസിയസ്, നിയോമൈസിൻ സ്ട്രെപ്റ്റോമൈസസ് ഫ്രൈഡേ, കനാമൈസിൻ കനാമൈലറ്റിക്കസ്, then gentamicin micromonospora purpura, netilmicin micromonospora species, tobramycin tenebraris, decaris, remosus, paramomyrus, amikacino, butyryl kanamycin. എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. സ്ട്രെപ്റ്റോമൈസിൻ ഗ്രിസിയസ് ആണ് ഓർക്കുക, നിയോമൈസിൻ ഫ്രൈഡേ ആണ് ഓർക്കുക. ഫ്രൈഡേ എന്നാണ് ഞാൻ ഫ്രൈഡേ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുക. ദെൻ കനാമൈസിൻ കനാമൈലറ്റിക്കസ്. ഓക്കെ, ഒത്തിരി അങ്ങോട്ട് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകണ്ട, നമുക്കത് ബുദ്ധിമുട്ടാവും. എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളെന്ന് മാത്രം നോക്കിയാൽ മതി. ടെട്രാസൈക്ലിൻ ഏതാന്ന് ഞാൻ പറഞ്ഞു, ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ആയിട്ടുള്ള ഒരു അറ്റാക്ക് നമുക്ക് കാണാൻ സാധിക്കും, എയറോബിക് ആൻഡ് എനേറോബിക് ആക്ടിവിറ്റി. ഓക്കെ, സോ അതേപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്, ഗോണോകോക്കൽ ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട്, ബ്രോങ്കൈറ്റിസ്, സൈനൈറ്റിസ്, അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഫെക്ഷൻസിന് നമുക്ക് ഇവനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരു വൈഡ് വെറൈറ്റി ഗ്രാം പോസിറ്റീവിനോട് ഗ്രാം നെഗറ്റീവിനോട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഒരുപാട് എന്താ പറയാ ഓർഗാനിസത്തിനോട് ഇതിന് എന്താ പറയാ സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. ദെൻ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ട്. ആൻഡ് മാക്രോലൈഡ് ലാക്ടോൺ ആണ് ഇതിന്റെ ബേസിക് റേറ്റ്. മാക്രോലൈഡ് ലാക്ടോൺ ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്.
ഗ്ലൈക്കോസിഡിക്കലി ലിങ്ക്ഡ് ആയിട്ടുള്ള രണ്ടിൽ കൂടുതൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ന്യൂട്രൽ ഷുഗർ ഈസ് പ്രസന്റ്, ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ ന്യൂക്ലിയസ്. ഇതാണ് നമ്മളെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിനെ പറ്റി നമ്മൾ അറിയുന്നത്. ഓക്കെ, സോ ലിൻകോമൈസിൻ അറിയില്ലേ? ലിൻകോമൈസിൻ, ആക്ടിനോമൈസസ്, സ്ട്രെപ്റ്റോമൈസസ് ആൻഡ് ലിൻകോനിൻസ് എന്നൊക്കെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ് ലിൻകോമൈസിൻ. അവിടെ ഇറ്റ് വിൽ പെനിട്രേറ്റ് ടു ദ ബോൺസ്. അതേപോലെ തന്നെ കീമോതെറാപ്പി ഓഫ് ബോൺ അല്ലെങ്കിൽ ജോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് പെൻസിലിൻ റെസിസ്റ്റന്റ് സ്ട്രെയിൻസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ എൻ ഡി മീഥൈലേഷൻ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ അതെന്ത് ചെയ്യും? ആക്ടിവിറ്റി തരുന്നതായിട്ട് കാണാൻ പറ്റും. അതർ ആന്റിബയോട്ടിക്സ് ക്ലോറാഫിനിക്കോൾ, റിഫാംപസിൻ, മ്യൂപ്പിറോക്സിൻ. മ്യൂപ്പിറോക്സിൻ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണെന്ന് അറിയാലോ. സോ ക്ലോറാഫിനിക്കോൾ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു വൈറ്റ് ഗ്രേയിഷ് വൈറ്റ് ആയിട്ട് ക്രിസ്റ്റലൈൻ പൗഡർ ആയിട്ട് കിട്ടുന്ന വാട്ടറിൽ സ്ലൈറ്റ്ലി സോലിബിൾ ആണ് ക്ലോറാഫിനിക്കോൾ, പക്ഷെ വാട്ടറിൽ കംപ്ലീറ്റ്ലി സോലിബിൾ ആണ്. ഓക്കെ, ദെൻ തെറാപ്യൂട്ടിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് തരത്തില് നൈട്രോ ബെൻസീൻ നോയിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഡൈക്ലോറോ അസിറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ഒരുപാട് കൈറൽ സെന്റേഴ്സ് ഉണ്ട്. ദെൻ നമുക്ക് ഈ സാമ്പിൾസിനെ യൂസ് ചെയ്തിട്ട് ലാർജ് ടൈപ്പ് ഓഫ് ഡിസീസ് കണ്ടീഷൻ, സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് റിഫാംപസിനും മുബ്രോക്സിനും ക്ലോറാഫിനിക്കോളൊക്കെ ഉപയോഗിക്കാം. ഏതൊക്കെയാ? ടൈഫോയിഡ്, ന്യൂമോണിയ, മെനിഞ്ചിറ്റിസ്, ഇൻഫ്ലുവൻസയിലൊക്കെ നമുക്ക് ഈ പർട്ടിക്കുലർ ഏജൻസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആന്റിബയോട്ടിക്സ് നമ്മൾ പഠിച്ചതെല്ലാം ഒന്നുകൂടെ നോക്കണം. സെഫലോസ്പോഡിൻ ഫാർമക്കോളജി മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ് സ്പീഷ്യസ് എന്നുള്ളത് നോക്കുക, എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്യാന്നുള്ളത് നോക്കുക. ദെൻ ഏതൊക്കെ ആന്റിബയോട്ടിക്സ് ഏതൊക്കെ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആണ് ആക്റ്റീവ് എന്നും കൂടെ നോക്കാം. ഓക്കെ, സോ താങ്ക് യു. നാളെ ഹോസ്പിറ്റലും ജൂസും എടുക്കും. സോറി, ഹോസ്പിറ്റലും ക്ലിനിക്കലും എടുക്കാം.